മോഹൻലാലിന്റെ ഒടിയൻ അത് ശരിക്കും മമ്മൂക്ക ചെയ്തിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാട്ട് എന്ന് പറയുന്ന ഒരു കഥ വി.കെ. ശ്രീരാമൻ എഴുതിയിട്ടുള്ള ഒരു കഥയാണ് മാട്ട്. ഈ മാട്ടിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു റിയൽ ഇൻസിഡന്റ് ഉണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂര് മാങ്ങാട്ടിരിയിൽ നടന്ന കുഞ്ഞിക്കിളിയൻ കൊലക്കേസ്. കുഞ്ഞിക്കിളിയൻ ഒരു ദുർമന്ത്രവാദിയും അതുപോലെ തന്നെ ഒരു ഒടിവിദ്യജാലക്കാരനുമായിരുന്നു. 1970 അന്ന് മമ്മൂക്ക മഞ്ചേരി കോടതിയിൽ അദ്ദേഹം ഒരു വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അന്നാണ് ഈ കഥക്ക് ആസ്പദമായിട്ടുള്ള സംഭവം തിരൂരങ്ങാടിയിൽ നടക്കുന്നത്. കുഞ്ഞിക്കിളിയന്റെ കൊലപാതകമാണ് ആ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ കേരളക്കര ചർച്ച ചെയ്തിരുന്നത്. നമുക്ക് ആ ഒരു കഥയിലോട്ട് കടന്നു പോകാം. മമ്മൂക്കയിലേക്ക് അന്ന് ആ കഥ എത്തിയ വഴിയും നമുക്ക് സംസാരിക്കാം. ശ്രീരാമൻ എന്ന് പറയുന്ന തിരൂരുകാരനാണ് അതേ മാട്ട് എന്ന് പറയുന്ന കഥയിൽ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ ഈ ഒരു കാര്യം വൃത്തിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. കുഞ്ഞിക്കിളിയൻ എന്ന് പറയുന്ന ഒടിവിദ്യജാലക്കാരൻ ഒരാളെ ഒടിവെച്ചാൽ അയാൾക്ക് 7 ദിവസത്തിൻ്റെ ഉള്ളിൽ മരണമുറപ്പായിരുന്നു. അത്രയ്ക്ക് ഭയാനകമായിരുന്നു അയാളുടെ ഒടിവിദ്യജാലം. നാട്ടുകാർക്ക് പോലും അയാളെ കാണുന്നതും കേൾക്കുന്നതും ആ ഒരു പേര് പറയുന്നത് പോലും പേടിയായിരുന്നു. മാങ്ങാട്ടിരി കള്ള് ഷാപ്പിലേക്ക് അയാളുടെ ഒരു കടന്നുവരവുണ്ട്. മാങ്ങാട്ടിരി കള്ള് ഷാപ്പിൽ തോളറ്റം മുടിയും പോത്തിൻ കൊമ്പിന്റെ പിടിയുമുള്ള പീശാങ്കത്തിയും വെള്ളി ചുറ്റിയ ചൂരലും ചുഴറ്റി വരുന്ന കുഞ്ഞിക്കിളിയനെ കണ്ടാൽ ആളുകൾ കുടി നിർത്തി കള്ളു ഷാപ്പിൽ നിന്നും ഓടി രക്ഷപ്പെടുമായിരുന്നു. അത്രക്ക് ഭയാനകമായിരുന്നു കുഞ്ഞിക്കിളിയന്റെ ആ ഒരു രൂപം. അത് രൂപം കൊണ്ട് മാത്രമല്ല പേടിയാകുന്നത്, അയാളുടെ സ്വഭാവം കൊണ്ടും. ഒടിവെച്ചയാളുടെ മരണം ഉറപ്പായിരുന്നു. അത്ര അധികം ഭയം ചെലുത്തുന്ന ഒരു മനുഷ്യനെ ഒരു സാധാരണക്കാരനായിട്ടുള്ള താമിയാണ് കൊല്ലുന്നത്. താമിയുടെ കൈ കൊണ്ടാണ് അയാൾ മരണപ്പെടുന്നത്. അപ്പൊ ആ ഒരു കഥ ചുരുക്കി പറയാം. വൈരങ്കോട് ഉത്സവത്തിന് കുറവനും കുറത്തിയും കെട്ടാം എന്ന് താമിയും കൂട്ടുകാരും തീരുമാനിക്കുകയാണ്. ഇതിന് നല്ല 2 തുടികൾ ആവശ്യമുണ്ട്. അതായത് തുടി എന്ന് പറയുമ്പോൾ ചെണ്ട. അപ്പൊ ഈ ഒരു തുടി വാങ്ങുന്നത് അവിടെ നാട്ടിലെ തന്നെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന മന്ത്രവാദിയും അതുപോലെ ഒടിവിദ്യജാലക്കാരനുമായിട്ടുള്ള കുഞ്ഞിക്കിളിയന്റെ അടുത്തു നിന്നാണ്. കുഞ്ഞിക്കിളിയന് ഈ ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും ഇതിന് യാതൊരു കേടുപാടുകളും വരുത്തരുതെന്ന്. എന്നാൽ ഈ ഒരു വാക്ക് താമിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു തുടികൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുകയും കുഞ്ഞിക്കിളിയൻ അതിന് 150 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. താമിയുടെ കയ്യിലാകെ 35 രൂപയുണ്ടായിരുന്നുള്ളൂ. അത് കയ്യിൽ കൊടുത്തു. എന്നതിന് ശേഷം പറഞ്ഞു ഉടനെ തന്നെ തരാമെന്ന്. എന്നാൽ ഈ ഒരു വാക്ക് താമിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടും കുറച്ച് കാലങ്ങളോളം ആ ഒരു പണം കൊടുക്കാതെ കുഞ്ഞിക്കിളിയൻ എന്ന് പറയുന്ന ആ ഒരു ഭയാനകമായിട്ടുള്ള മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം മാങ്ങാട്ടിരി കള്ള് ഷാപ്പിൽ വെച്ച് താമിയും കുഞ്ഞിക്കിളിയനും കൂടെ കാണുകയും വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുകയും ചെയ്തു. കാരണം 150 രൂപ ചോദിച്ചിട്ട് കുറെ കാലങ്ങളായിട്ട് താമിയും കുഞ്ഞിക്കോരനും പറ്റിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഉണ്ടായ ആ ഒരു തല്ലിനിടയിൽ കുഞ്ഞിക്കോരനെ അവിടെ വെച്ചിട്ട് ഒടിവെക്കുകയാണ്. കുഞ്ഞിക്കിളിയനെ ഒടിവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മരണം ഉറപ്പാണ്. അങ്ങനെ കുഞ്ഞിക്കോരൻ ഒരു ദിവസം നല്ല വൈകി വീട്ടിൽ വരുന്ന സമയത്ത് ശരീരത്തിൽ ആകെ ചളിയാണ്, മുട്ടിലും വായിന്നും ഒക്കെ ചോര വരുന്നുണ്ട്. അങ്ങനെ താമി ചോദിക്കുകയാണ് എന്താണ് സംഭവം അച്ഛാ, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് കുഞ്ഞിക്കോരൻ പറഞ്ഞത് ഇടവഴിയിൽ വെച്ച് തന്നെ ആരോ ആക്രമിക്കാൻ വരുന്നത് പോലെ തോന്നി. പിന്നിൽ നിന്നും വലിയ ചിഹ്നം വിളിയും അട്ടഹാസങ്ങളും കേട്ടു. പേടിച്ചു ഓടുന്ന സമയത്ത് തൻ്റെ മുന്നിലൂടെ അതിഭയാനകമായിട്ടുള്ള ഒരു രൂപം 2 ചാട്ടവും ചാടിപ്പോയി എന്നുള്ളതാണ്. ഇത് കുഞ്ഞിക്കിളിയൻ ഒടിവെച്ചതാണെന്ന് താമിക്ക് അപ്പൊ തന്നെ മനസ്സിലായി. അങ്ങനെ കുഞ്ഞിക്കോരന് കൊടുക്കാത്ത മരുന്നുകളില്ല, മന്ത്രിച്ച് ഊതിയിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഫലവും കണ്ടില്ല. അയാൾ 7 ദിവസം കടത്തില്ല, മരണപ്പെട്ടു. ഇത് താമിയിൽ വലിയ രീതിയിലുള്ള ഒരു ദേഷ്യം കുഞ്ഞിക്കിളിയനോട് തോന്നുകയാണ്. പക്ഷെ ഇതൊന്നുമല്ല കുഞ്ഞിക്കിളിയനെ കൊല്ലാൻ താമിയെ കൂടുതൽ പ്രചോദനമാക്കിയത്. തൻ്റെ ഭാര്യ പ്രസവിച്ചത് ഒരു ചാപ്പിള്ളയായിരുന്നു. അതായത് കുഞ്ഞിക്കിളിയൻ ഒടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുടുംബത്തിന്റെ കാര്യം അധോഗതിയാണ്. ആ ഒരൊറ്റ ദേഷ്യത്തിൽ നേരെ കുഞ്ഞിക്കിളിയന്റെ അടുത്ത് പോയിട്ട് അയാളുടെ തല വെട്ടി തോർത്തുമുണ്ടിൽ പൊതിഞ്ഞ് 3 കിലോമീറ്ററോളം നടന്ന് തിരൂരങ്ങാടിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് പോലീസുകാരോട് പറയാണ് ഇത് കുഞ്ഞിക്കിളിയന്റെ തലയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ പോലീസുകാരൻ കുഞ്ഞിക്കിളിയൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു കിളിയാകും എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ ചോദിക്കുകയാണ് അത് ആർക്ക് കൊടുക്കാനാണ്, ഏത് കിളിയാണ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ താമി ആ ഒരു തോർത്തുമുണ്ടെടുത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ എറിയുന്നു. അത് താഴെ വീഴുമ്പോൾ അവിടെ എല്ലാവരെയും അത്രയും കാലം പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിർത്തിയിരുന്ന കുഞ്ഞിക്കിളിയന്റെ തലയായിരുന്നു. അതാണ് കുഞ്ഞിക്കിളിയൻ കൊലപാതകം. ഈ ഒരു കഥ ശരിക്കും പറയാൻ ശ്രീരാമൻ അന്ന് തന്നെ മമ്മൂക്കയോട് പറയുകയും മമ്മൂക്ക ഈ ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന
ഒരു കഥയായിരുന്നു. കഥയല്ല, റിയൽ ഇൻസിഡന്റ് ആണ്. വലിയ ഒരു സംഭവമായിരുന്നു. കാരണം നാട്ടില് മാങ്ങാട്ടിരിയിലൊക്കെ ഇപ്പോഴും ആ ഒരു ഒടിയനെ കുറിച്ചിട്ട് പറയുന്ന കഥകളിൽ ഭയാനകമായിട്ടുള്ള പല കാര്യങ്ങളും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ആ ഒരു ഭാഗത്തുണ്ട്, മാങ്ങാട്ടിരി ഭാഗത്തുണ്ട്. അപ്പോൾ ഒടിയൻ എന്ന് പറയുന്ന ഒരു സാധനം അത് സത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിൽ ആനയാകുമോ പുലിയാകുമോ പൂച്ചയാകുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിൽ ഒരു സത്യം ഉണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആളുകൾ പറയുകയില്ല എന്നുള്ളതാണ്. താമി അയാളെ കൊല്ലുകയില്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കഥ അന്ന് ശ്രീരാമൻ സംസാരിക്കുന്നു, മമ്മൂക്കൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കഥ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാത്തതിന്റെ ഭാഗമായിട്ട് നീങ്ങിപ്പോയി. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനെ നായകനാക്കിയിട്ട് ഒടിയൻ എന്നൊരു സിനിമ വരുന്നു. ആ ഒരു സിനിമയിലും കുറച്ച് ഈ ഒരു കാര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആകം പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും അതൊരു സിനിമയാകുമ്പോൾ അതിലെ പ്രൊമോയ്ക്ക് വേണ്ടി സംസാരിച്ചത് മമ്മൂക്കയാണ്. ആ ഒരു പ്രൊമോ ഡയലോഗുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിയൻ എന്ന സിനിമയ്ക്ക് വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. മമ്മൂക്കയുടെ സ്വരത്തിലാണ് അത് വന്നത്. മമ്മൂക്ക ഒരിക്കൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കഥ പിന്നീട് തൻ്റെ സുഹൃത്തായിട്ടുള്ള മോഹൻലാലിലൂടെ വരുന്നു. നിർഭാഗ്യവശാൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഒന്നും സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഒരുപാട് ആളുകളുടെ ഒടിയൻ കഥകൾ പിന്നീട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകളിലൂടെ ആയിട്ട് വന്നു. അങ്ങനെ ഫേസ്ബുക്കിലൂടെ ഒരു സുഹൃത്ത് എനിക്ക് ഷെയർ ചെയ്ത് തന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കഥ ഇവിടെ പറയുന്നത്. അപ്പോൾ മോഹൻലാലിലേക്ക് ആ ഒരു കഥ എത്തിയപ്പോൾ അതിൻ്റെ രൂപവും ഭാവവും സ്വഭാവവും മാറി. 1970കളിൽ ഈ ഒരു കഥ നടക്കുമ്പോൾ മമ്മൂക്കയിലേക്ക് അത് അന്ന് എത്തുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നന്നാകാം, നന്നാകാതിരിക്കാം. എന്നിരുന്നാലും ഒടിയൻ കഥകൾ നിങ്ങൾക്കും ഇപ്പോൾ പലതും മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടാവും. അങ്ങനെ ചെറുതെന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ഇടുക.